നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ്. ഈ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രവുമായും നമ്മുടെ സമൂഹവുമായും വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഭക്ഷണം കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്, അതായത് ഭക്ഷണം തേടി പിടിച്ച് കണ്ടെത്തിയിരുന്ന ആൾക്കാരാണ്. ഭക്ഷണം ഇപ്പോൾ സ്വരൂപിച്ച് വയ്ക്കുന്നുണ്ട്, ഭക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ട്, വിളമ്പി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണ വിഭവമാണ് സദ്യ എന്ന് പറയുന്നത്. ഈ സദ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പലതരത്തിലുള്ള രസക്കൂട്ടുകൾ, അതായത് രസം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ് സദ്യ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മധുരം, പുളി, എരിവ്, ചവർപ്പ്, കയ്പ്പ് ഇതെല്ലാം ഈ ഭക്ഷണത്തിൽ വരുന്നുണ്ട്. നമ്മൾ ഈ സദ്യ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കൂടുതലും ആളുകൾ ചോറാണ് കൂടുതൽ കഴിക്കുന്നത്, കറി കുറച്ചാണ് കഴിക്കുന്നത്. യഥാർത്ഥത്തിൽ ശരിക്കും നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത്. കറി കൂടുതൽ കഴിക്കുകയും ചോറ് കുറച്ച് കഴിക്കുകയും വേണം. ഈ ഭക്ഷണ രീതികൾ നമ്മുടെ സമൂഹത്തിൽ, എല്ലാ സമൂഹത്തിലുള്ള ഒരു സംഗതിയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും ആത്മാവിനും, അതായത് നമ്മുടെ സെൽസിനും എല്ലാത്തിനും ഇത് ബാധകമാണ് എന്ന് സയൻസ് പറയുന്നുണ്ട്. നിങ്ങൾ ഈ സമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ ഈ വേൾഡിലേക്ക് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ 2 കാറ്റഗറി ഓഫ് ഭക്ഷണ രീതികളുണ്ട്. ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ തരംതിരിച്ചിട്ടുണ്ടെന്ന് പറയാം. ഒന്ന് വെജിറ്റേറിയനും ഒന്ന് നോൺ വെജിറ്റേറിയനും. ഈ വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന ഒരു വിഭാഗവും, നോൺ വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ മീറ്റ് പോലെയുള്ള വസ്തുക്കൾ കഴിക്കുന്ന ആൾക്കാരും എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ എന്ന് പറയുന്ന ആളുകൾ, ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, നമ്മൾ ശരിക്കും ചെയ്യുന്നത് അവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള വസ്തുക്കളും കഴിക്കുന്നുണ്ട്, മാംസമായിട്ടുള്ള ഭക്ഷണവും കഴിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് ഒരു കാറ്റഗറി മാത്രമല്ലേ ഉള്ളൂ. മറ്റ് കാറ്റഗറി എന്ന് പറയുന്ന ഒരു നോർമലായിട്ടുള്ള ഒരു കാറ്റഗറി അല്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം നോൺ വെജിറ്റേറിയൻ എന്നും നമ്മൾ തരംതിരിക്കുന്ന ഗ്രൂപ്പ് എല്ലാ തരത്തിലുള്ള ഭക്ഷണവും കഴിക്കുമ്പോൾ വെജിറ്റേറിയൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് മാത്രമല്ലേ ശരിക്കും യഥാർത്ഥത്തിലുള്ളൂ. മറ്റേതെന്ന് പറയുന്നത് നോർമലായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു വിഭാഗമായിട്ടുള്ള ആൾക്കാർ. അങ്ങനെ വേണ്ടി ചിന്തിക്കാൻ നിങ്ങളെന്ത് പറയുന്നു?